ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അലീഷാസ് കിച്ചൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഡാൽ കറിയാണ്. ഇന്ത്യൻ ഡാൽ കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒനിയൻ, തക്കാളി, പച്ചമുളക് 2 എണ്ണം, ഗാർലിക് ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിയില, മഞ്ഞൾപ്പൊടി, ജീരകം, ചെറിയ ജീരകം പൊടിച്ചത്, ഇനി മസൂർ ദാൽ, വറ്റൽമുളക്, കറിവേപ്പില. ഇത്രയുമാണ് നമുക്ക് ഇന്ത്യൻ ഡാൽ കറി ഉണ്ടാക്കാനായിട്ട് ആവശ്യം. ഒരു ഒനിയനാണ് ഞാൻ എടുത്തത്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മൾ ഡാൽ കറി ഉണ്ടാക്കാൻ മസൂർ ദാലാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലത്തെ ചുമന്നിട്ടുള്ള ചെറിയ, ചുമപ്പല്ല ഓറഞ്ച് കളറിലെ ചെറിയതായിട്ടുള്ള. ഇനി നമുക്ക് കുക്കറൊന്ന് ചൂടാകട്ടെ. കുക്കറൊന്ന് ചൂടായതിന് ശേഷം ഇതിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ജീരകം ഇട്ട് വറുത്തെടുക്കണം. ജീരകം ഉണ്ടെങ്കിൽ അങ്ങനെ, അതല്ല പൊടിയാണെന്നുണ്ടെങ്കിൽ പൊടി ഇട്ടാലും മതി. എണ്ണയൊന്ന് ചൂടാകട്ടെ, അതിനുശേഷം ജീരകം ഇടാം. ചെറിയ ജീരകമാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതിൽ നിന്ന് കുറച്ച് വെളുത്തുള്ളി ഇതിലോട്ട് ആഡ് ചെയ്യുക. ബാക്കി നമുക്ക് ലാസ്റ്റ് ഒന്ന് കടുവറുക്കാൻ വേണ്ടി വേണം. അതുകൊണ്ട് കുറച്ച് വെളുത്തുള്ളി മാറ്റി വെക്കുക. അതിൽ നിന്ന് ബാക്കിയുള്ള വെളുത്തുള്ളി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി പച്ചമുളക് കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഉള്ളി ഒന്ന് ബ്രൗൺ നിറം ആയതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. സവാളയൊക്കെ ഇട്ട് ഉള്ളി നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. അപ്പം ബാക്കി സവാളയും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഡാൽ കറി ഉണ്ടാക്കുന്നതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. വെറും ജീരകം മാത്രമാണ് ഈ ഒരു ഡാൽ കറി ഉണ്ടാക്കാൻ അത്യാവശ്യം. നോർത്ത് ഇന്ത്യൻസൊക്കെ കൂടുതലും ജീരകം വെച്ച് മാത്രമാണ് അവരുടെ കറിയൊക്കെ ഉണ്ടാക്കുന്നത്. കൂടുതൽ മസാലയൊന്നും ഇതിൽ ആവശ്യമില്ല. അപ്പം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നു. ഉള്ളി വാടിയിട്ടുണ്ട്, അപ്പം തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളുടെ മസൂർ ദാൽ ഒന്ന് കഴുകി വെക്കാം. വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഉള്ളി വാടി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ചെറിയ സ്പൂണിനാണ് 1/2 സ്പൂൺ ചേർത്തിരിക്കുന്നത്. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ജീരകം 3 സ്പൂൺ, ചെറിയ സ്പൂണിന് 3 സ്പൂൺ ജീരകം ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്കിതിലോട്ട് ഡാൽ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ചവിട്ടി പിടിക്കാതെ ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി മസൂർ ദാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ബൗളിന് ചെറിയൊരു ബൗള് മസൂർ ദാലാണ് എടുത്തത്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഡാല് ഉള്ളിയുമായിട്ട് അല്പനേരം ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലോട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ ഡാല് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. ആ ഡാല് വെള്ളത്തിൽ മുങ്ങി നിൽക്കണം, അത്രയേ ഉള്ളൂ. ഒന്നുകൂടി ഒന്ന് നല്ലതുപോലെ ചേർത്ത് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മല്ലിയിൽ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് 3 വിസിൽ ഏൽപ്പിച്ചെടുക്കാം. അപ്പം അതിരുന്ന് വേകട്ടെ. നമുക്ക് ഇതിനുള്ള കടു വറുക്കുന്നതിനുള്ളത് തയ്യാറാക്കാം. കടു വറുക്കാനായിട്ട് നെയ്യാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 സ്പൂൺ നെയ്യ് എടുക്കുക. അതിലോട്ട് കടുകും വെളുത്തുള്ളിയും ഇട്ട് നല്ലതുപോലെ വഴറ്റി വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് നമ്മൾ സാധാരണ കടുക് താളിക്കുന്ന പോലെ എടുക്കാം. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് തുടർന്ന് വരുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കടുക് വറുത്ത് വന്നിട്ടുണ്ട്. അപ്പം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. 3 വിസിൽ കേട്ട് നമ്മൾ ഡാൽ കറി റെഡിയായി വന്നിട്ടുണ്ട്. അതിലോട്ട്
വറുത്ത് വെച്ചിരിക്കുന്ന കട് തളിച്ചു കൊടുക്കാം. ഈ ഒരു ഡാൽ കറി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ ഡിന്നറിനോ എന്തിൻ്റെ കൂടെയും, ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നമുക്ക് എന്തിൻ്റെ കൂടെയും നമുക്ക് നല്ലതുപോലെ നമുക്ക് കഴിക്കാൻ പറ്റും എന്നുള്ളതാണ്. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ നല്ല രുചിയാണ്. കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടവുമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചോളൂ. ഓക്കെ, ബൈ, ടേക്ക് കെയർ.